ഗവർണറായാലും ഗവൺമെൻറ് ആയാലും തീരുമാനമെടുത്ത് കഴിയുമ്പോൾ അൾട്ടിമേറ്റായിട്ട് സംഭവിച്ചത് എന്താ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് തകർന്ന് തരിപ്പണമായി എന്നുള്ള സത്യമല്ലേ? അതിന് ഗവർണറെ കുറ്റപ്പെടുത്തുകയും ഞാൻ ഗവർണറായാലും ഗവൺമെൻറ് ആയാലും ഈ നടക്കുന്നതൊന്നും ശരിയാണെന്നുള്ള അഭിപ്രായമില്ല. എനിക്കല്ലാതെ ഗവർണറുടെ വക്താവായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് ഗവർണർ തെറ്റാണെങ്കിൽ തിരുത്തണം. അങ്ങ് എന്തായാലും ക്യാമ്പസുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നത് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ജിൻഡോ പറയുകയുണ്ടായി അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. അതൊരു തെറ്റുമല്ല. പക്ഷേ അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ ഞാൻ ഈ ചൂണ്ടിക്കാട്ടിയ കാലിക്കറ്റ് സർവകലാശാലയിലെ വിഷയം? പറയാം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് CPM-ഉം SFI-യും ആണ്. അതിനനുസരിച്ചുള്ള വൈസ് ചാൻസലർമാരെയും സിൻഡിക്കേറ്റിനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ കാണുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് കൊടുത്ത കേസുണ്ടല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 14 കൊല്ലത്തിന് ശേഷം ഡയാന എന്ന് പറയുന്ന SFI-യുടെ നേതാവിന് 20 മാർക്ക് കൂട്ടിക്കൊടുത്തു. ചട്ടവിരുദ്ധമാണെന്ന് കണ്ടുകൊണ്ട് ഗവർണർ ഹിയറിംഗ് നടത്തി. അത് കോടതിയിൽ പോയി. ഇന്ന് അവരെ ഇത് മാർക്ക് തിരുത്താൻ തീരുമാനിച്ചു. അപ്പോൾ SFI-ക്കും CPM-നും അവർക്ക് സൗകര്യമുള്ള മാർക്ക് കൂട്ടി കൊടുക്കുക, PhD കൊടുക്കുക. ശശികുമാർ സാർ നടത്തിയ നല്ല ഇടപെടൽ. പക്ഷേ എന്റെ ചോദ്യം അങ്ങയോടുള്ളത്, അങ്ങ് ഈ പറയുന്ന അല്ല ഒരു സെക്കൻഡ്, ഈ 20 മാർക്ക് കൂട്ടിക്കൊടുത്ത അനീതിക്കെതിരെ കണ്ണു തുറന്ന് പ്രവർത്തിച്ച അങ്ങ് ഈ കാര്യം അങ്ങയുടെ അതേ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിരുന്നോ? പ്രോജക്ട് തോറ്റ പാലക്കാട് വിക്ടോറിയ കോളേജിലെ KS യൂണിറ്റ് പ്രസിഡന്റ് ജംഷിയ ഷെറിനെ ഈ പറയുന്ന എല്ലാ ചട്ടവിരുദ്ധമായും ഈ പുനർമൂല്യനിർണ്ണയം നടത്തി വിജയിപ്പിച്ചത്? ഞാൻ പറയാം, അതിന് കാര്യം പറയാം. അതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പാലക്കാട് ഒരു നേതാവുണ്ടല്ലോ, ആർഷോയ്ക്ക് 100 മാർക്ക് മഹാരാജ് കോളേജിൽ കൊടുത്തിരുന്നത്. ഞാൻ അതിനെതിരെ പരാതി കൊടുത്ത ആളാണ്. ഗവർണർക്ക് പരാതി കൊടുത്തു, മഹാരാജ് കോളേജിന് പരാതി കൊടുത്തു, MG യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തു. ഇന്റേണൽ മാർക്ക് ഒരു ദിവസം പോലും കോളേജിൽ വരാത്ത ആർഷോയ്ക്ക് 100 മാർക്കാണ്. പരിശോധിച്ച് നോക്കുക. അത്